1000 പുസ്തകം. എന്തിനാണ് എൻ്റെ പ്രിയപ്പെട്ടവർ 100 പുസ്തകം? എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥമുണ്ടല്ലോ, അതൊന്ന് വായിക്കാൻ, ഒരു 2 ആയത്ത് വായിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഇന്നൽ അംബിയ അലം യുഅർരിസു ദീനാറം ബലാ ദിർഹമ. നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ട ഒരു വാക്കാണ്. അമ്പിയാക്കളുണ്ടല്ലോ, ഈ ലോകത്ത് പ്രപഞ്ചത്തിൽ ജീവിച്ച മാനവകുലത്തിനും മാനവരാശിക്കും മാർഗദർശനവും വഴികാട്ടിയുമായി അള്ളാഹു ഓരോ കാലഘട്ടങ്ങളിൽ അയച്ച അമ്പിയാക്കൾ, പ്രവാചകന്മാർ. അതിൽ അവസാനത്തെ നബിയാണ് ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ അയക്കപ്പെട്ട മുഴുവൻ പ്രവാചകന്മാരും അവരാരും അനന്തരമാക്കി വച്ചിട്ടില്ല. ഒരു ദിർഹമോ ഒരു ദീനാറോ അവർ പിൻകാല ഉള്ള ആളുകൾക്ക് അനന്തരമായില്ല, ഇത്ര സ്വത്തൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ അവരനന്തരമാക്കിയത് ദീർഘമോ ദീനാറോ അല്ല, മറിച്ച് ഇന്നമാ വറസുൽ ഇൽമ്, അവർ ജ്ഞാനവും അറിവുമാണ് പിൽക്കാലഘട്ടത്തിൽ പിൻഗാമികൾക്ക് കൊടുത്തു പോയിട്ടുള്ളത് എന്നതാണ്. ഫമൻ അഖദഹു, ആരാണോ ആ അറിവിനെ നേടുകയും തേടുകയും ചെയ്യുന്നത്, അഖദ ബിഹല്ലിൻ വാഫിർ, അവനാണ് പൂർണ്ണ സൗഭാഗ്യത്തെ തേടിയിട്ടുള്ളതാണ്. നമുക്ക് നേരോണ്ട് ഒരു ഇൽമറിയാൻ, ഒരറിവ് ചോദിച്ചു പഠിക്കാൻ, ഒരറിവിനെ കേൾക്കാൻ, ഒരറിവ് വായിക്കാൻ, ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സമയം കിട്ടാറുണ്ടോ? ഇല്ല, നമുക്ക് കിട്ടലില്ല. ബർക്കത്തുണ്ടാവില്ല നമ്മുടെ സമയത്തിന്. ഒരു ജീവിതത്തെ ഷെഡ്യൂൾ ചെയ്യാൻ, നമുക്ക് ഒരു ദിവസത്തെ ഷെഡ്യൂൾ ചെയ്യാൻ, നമ്മുടെ സമയത്തെ ഷെഡ്യൂൾ ചെയ്യാൻ, ക്രമീകരിക്കാൻ, അച്ചടക്കമുള്ളതാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അള്ളാഹു നൽകിയ ആയുസ് പരിമിതമാണ്. ഇതെൻ്റെ അവസാനത്തെ സംസാരമോ അവസാനത്തെ മണിക്കൂറുകളോ മിനിറ്റുകളോ ആകാം. പടച്ചോനാണ് തീരുമാനിക്കുന്നത്. നമ്മൾ ആയുസ്സിനെയും ആരോഗ്യത്തെയും ഒക്കെ നീട്ടിത്തരാനും ആരോഗ്യം തരാനും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഒക്കെ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. ഈ നമുക്ക് ലഭിച്ച സമയങ്ങളെ പകുത്ത് ഏറ്റവും നന്നായി ഇൻവെസ്റ്റ് ചെയ്യാൻ നാം മെനക്കെടേണ്ടത് അള്ളാഹുവിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്, പടച്ചോൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്, അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ ആലോചിക്കുക. അങ്ങനെ നമ്മുടെ സമയങ്ങളിൽ ബർക്കത്തുകൾ ലഭിക്കുന്ന ആളുകളിൽ നാം ഉൾപ്പെടാൻ വേണ്ടി നിരന്തരം പരിശ്രമിക്കുക. കരുണാവാരിധിയായ നാഥ, നീ ഞങ്ങളെ സഹായിക്കണമേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സമയങ്ങൾ കൃത്യമായി അള്ളാഹുവെ നിനക്ക് ഇഷ്ടപ്പെട്ട വഴിയിലൂടെ ചലിപ്പിക്കുവാനും നാഥ നീ ഞങ്ങളെ സഹായിക്കണമേ. ഈ ദുനിയാവിലെ വിഭവങ്ങൾ വാരിക്കൂട്ടുവാനും തങ്ങളുടെ കച്ചവടം പൊടിയാക്കി വളർത്തി വലുതാക്കുവാനും പരിശ്രമിക്കുമ്പോൾ പടച്ചവനെ നിന്നെ മറക്കുന്നവരുടെ കൂട്ടത്തിൽ, നിനക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് വിമുഖത കാട്ടുന്നവരുടെ കൂട്ടത്തിൽ, അശ്രദ്ധമായി ജീവിതത്തെ കൈകാര്യം ചെയ്യുന്ന അച്ചടക്കമില്ലാത്തവരുടെ കൂട്ടത്തിൽ നാഥ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ റഹ്മാനെ. പരമകാരുണ്യകനായ നാഥ, പിശാചിൻ്റെ ദുസ്വാധീനങ്ങളിൽ നിന്ന് അള്ളാഹു